ആധുനിക കാലത്തെ ലോകാത്ഭുതം എന്ന് വിശേഷിപ്പിക്കാവുന്ന പെട്രോണാസ് ഇരട്ട ഗോപുരമാണ് ആ കാണുന്നത്. മലേഷ്യൻ തലസ്ഥാനമായ കോലാലംപൂരിലെ പ്രൗഢഗംഭീരമായ ആ നിർമ്മിതിയുടെ മനോഹര കാഴ്ചകളിലേക്കാണ് പത്തേമാരിയുടെ ഇന്നത്തെ യാത്ര. ജാതിയോ മതമോ ദേശമോ ഇല്ലാത്തവനാണ് സഞ്ചാരി. ലോകത്തിൻ്റെ അതിർത്തികൾ മായ്ക്കപ്പെടുന്ന ഒരു നല്ല നാളെ സ്വപ്നം കാണുന്നവൻ, സ്നേഹമെന്ന ഒരു ഭാഷ മാത്രം അറിയുന്നവൻ. സ്നേഹിതരെ, നയനമനോഹരമായ ഒരുപാട് കാഴ്ചകളുള്ള ഈ ഭൂമിയെ നമുക്ക് ഒരേ മനസ്സുമായി കാണാൻ പോകാം. അമ്പരചുംബികളായ കെട്ടിടങ്ങളുടെ നാടാണ് കോലാലംപൂർ. കൊച്ചിയിൽ നിന്ന് എയറേഷ്യ വിമാനത്തിൽ ഇന്നലെ രാത്രി ഈ തലസ്ഥാന നഗരത്തിൽ വന്നിറങ്ങിയതു മുതൽ വിസ്മയിപ്പിക്കുന്ന നഗര കാഴ്ചകളാണ് എവിടെയും എന്നെ വരവേറ്റത്. ലോകത്തിലെ ഏറ്റവും വലിയ നഗരങ്ങളുടെ പട്ടികയിൽ 48ാം സ്ഥാനമാണ് ഈ തലസ്ഥാന നഗരത്തിന്. ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കെട്ടിടമായിരുന്ന പെട്രോണാസ് ഇരട്ട ഗോപുരം കാണാനാണ് ഞാൻ ഈ ഉല്ലാസ നഗരത്തിൽ എത്തിയത്. ഒരു ഉദ്യാന നഗരമാണ് കോലാലംപൂർ എന്ന് പറയാം. വിശാലമായ പാതകൾ, അവയുടെ വശങ്ങളിൽ മരങ്ങൾ വെച്ച് മനോഹരമാക്കിയിരിക്കുന്നു. സുന്ദരമായ ഒരു നഗര കാഴ്ചയാണ് എവിടെയും. ഭൂമിപുത്ര എന്നറിയപ്പെടുന്ന മലയക്കാരും ചൈനക്കാരും കഴിഞ്ഞാൽ മലേഷ്യൻ ജനസംഖ്യയിൽ 3ാം സ്ഥാനം ഇന്ത്യക്കാർക്കാണ്. പ്രത്യേകിച്ച് തെക്കേ ഇന്ത്യയിൽ നിന്നുള്ള തമിഴ് വംശജർ. 19ാം നൂറ്റാണ്ടിലെ 2ാം പകുതിയിൽ ആരംഭിച്ചതാണ് ഇന്ത്യക്കാരുടെ മലേഷ്യയിലേക്കുള്ള കുടിയേറ്റം. അക്കാലത്ത് മലയ എന്നായിരുന്നു ഈ നാട് അറിയപ്പെട്ടിരുന്നത്. തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലെ പ്രധാന സാമ്പത്തിക ശക്തിയാണ് ഇന്ന് ഈ രാജ്യം. മലേഷ്യ എന്ന രാജ്യത്തിന്റെ ആകെ ഭൂവിസ്തൃതിയുടെ 68% വനമാണ്. കളുടെ ആരംഭത്തിൽ തന്നെ അതിവേഗം വളർച്ച നേടിയ രാജ്യമാണ് മലേഷ്യ. ആധുനിക കാലത്തെ എല്ലാ സൗകര്യങ്ങളും ഇന്നിവിടെയുണ്ട്. 90കളിൽ ആരംഭിച്ച എണ്ണ ഖനനമാണ് ഈ രാജ്യത്തിന്റെ വളർച്ച ത്വരിതഗതിയിലാകാൻ പ്രധാന കാരണം. ഭരണഘടന അനുസൃതമായ രാജവാഴ്ച നിലനിൽക്കുന്ന നാടാണിത്. തെരഞ്ഞെടുക്കപ്പെടുന്ന രാജാവുള്ള ലോകത്തെ ഒരേയൊരു രാജ്യം. ഈ നാടിന്റെയും നഗരത്തിന്റെയും പുരോഗതിക്ക് അടിസ്ഥാനം 1981 മുതൽ 2003 വരെ പ്രധാനമന്ത്രിയായിരുന്ന മഹാതീർ മുഹമ്മദ് എന്ന ദീർഘവീക്ഷണമുള്ള നേതാവിന്റെ കഴിവാണെന്ന് പറയാം. അദ്ദേഹത്തിന്റെ കാലത്ത് നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതികളും വിദ്യാഭ്യാസ സാമ്പത്തിക മേഖലകളിൽ കൊണ്ടുവന്ന പരിഷ്കാരങ്ങളുമാണ് മലേഷ്യയുടെ വികസന കുതിപ്പിന് കാരണമായത്. മലേഷ്യയിലെ ഏറ്റവും ജനസംഖ്യയുള്ള നഗരവും തലസ്ഥാനവുമാണ് ഇന്ന് കോലാലംപൂർ. 243 കിലോമീറ്റർ സ്ക്വയർ സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന ഈ നഗരത്തിൽ 2010 കണക്ക് പ്രകാരം 16 ലക്ഷമായിരുന്നു ജനസംഖ്യ. അർജന്റീനിയൻ ആർക്കിടെക്ട് സീസർ പെല്ലിയാണ് ഈ മഹാഗോപുരങ്ങൾ രൂപകൽപ്പന ചെയ്തത്. മലേഷ്യയുടെ ദേശീയ എണ്ണ കമ്പനിയായ പെട്രോണാസ് ആണ് ഈ ഇരട്ട ഗോപുരത്തിന്റെ നിർമ്മാതാക്കൾ. ഈ ഇരട്ട ഗോപുരങ്ങൾക്ക് ഓരോന്നിനും 88 നിലകളാണുള്ളത്. 1992 ജനുവരി 1 ഈ ഗോപുരത്തിന്റെ തറക്കല്ലിടൽ പൂർത്തിയാക്കിയ പെട്രോണാസ് 93 മാർച്ച് 1 ആകുമ്പോഴേക്കും ടവറിന്റെ നിർമ്മാണം ആരംഭിച്ചു. 3 വർഷത്തിനിപ്പുറം 1996 മാർച്ച് 1 നിർമ്മാണം പൂർത്തിയാകുമ്പോൾ ഏകദേശം $1.6 ബില്യൺ ആയിരുന്നു നിർമ്മാണ ചെലവ്.
41, 42 നിലകളിൽ വെച്ച് ഒരു സ്കൈ ബ്രിഡ്ജ് ഈ ഇരട്ട ഗോപുരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നുണ്ട്. വിസ്മയങ്ങൾ ഒരുപാട് ഒളിപ്പിച്ചു വെച്ച ആ ഗോപുരത്തിന്റെ മുകളിൽ നിന്ന് ഈ തലസ്ഥാന നഗരത്തെ നമുക്കൊന്ന് കാണാം. അതിവേഗ ലിഫ്റ്റിൽ കയറി നമ്മൾ ആദ്യം എത്തുന്നത് 41ാം നിലയിലുള്ള സ്കൈ ബ്രിഡ്ജിലാണ്. ജീവനക്കാരന്റെ ചെറിയൊരു വിശദീകരണത്തിന് ശേഷമാണ് ആ പാലത്തിലേക്കുള്ള പ്രവേശനം. ഇവിടെ നിന്നുള്ള ഈ നഗര കാഴ്ചയാണ് പ്രധാന ആകർഷണം. ഏകദേശം ഇന്ത്യൻ മണി 1800 രൂപയാണ് ടവറിലേക്കുള്ള പ്രവേശന ടിക്കറ്റ് നിരക്ക്. KLCC പാർക്ക് എന്ന ബൃഹത്തായ ഒരു ഉദ്യാനത്തിലാണ് പെട്രോണാസ് ടവർ സ്ഥിതി ചെയ്യുന്നത്. ബ്രസീലുകാരനായ റോബർട്ടോ വുൾമാക്സ് ആണ് 17 ഏക്കറിൽ പരന്നു കിടക്കുന്ന ഈ ഉദ്യാനം രൂപകൽപ്പന ചെയ്തത്. മലേഷ്യയുടെ ദേശീയ എണ്ണ കമ്പനിയാണ് പെട്രോണാസ്. അവരുടെ ലോക ആസ്ഥാനം എന്ന നിലയിലാണ് പെട്രോണാസ് ഇരട്ട ഗോപുരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് തന്നെ. 1999 ഓഗസ്റ്റ് 31 ടവറിന്റെ ഉദ്ഘാടനം. അന്നത്തെ മലേഷ്യൻ പ്രധാനമന്ത്രിയായിരുന്ന മഹാതീർ മുഹമ്മദ് ഇത് ലോകത്തിനായി തുറന്നുകൊടുത്തു. ഇനി ഈ ടവറിന്റെ ഏറ്റവും മുകൾ നിലയിൽ നിന്ന് നമുക്ക് കോലാലംപൂർ നഗരത്തെ ഒന്ന് കാണാം. രണ്ടാമത്തെ ടവറിന്റെ മുകൾ ഭാഗമാണ് ആ കാണുന്നത്. ഇവിടുന്ന് നോക്കുമ്പോഴാണ് അതിന്റെ വലിപ്പം നമുക്ക് ശരിക്കും മനസ്സിലാവുക. നഗരത്തെ മുകളിൽ നിന്ന് ഒന്ന് കാണുന്നതിനാണ് എല്ലാവരും പെട്രോണാസിന്റെ മുകൾ നിലയിലേക്ക് വരുന്നത്. കോലാലംപൂർ ഒരു കടൽ തീര നഗരമല്ല. കുന്നുകളിലും സമതലങ്ങളിലുമായി അതങ്ങനെ പടർന്നു പന്തലിച്ച് കിടക്കുന്നു. 1857 ഖനികളിൽ ജോലി ചെയ്യാനെത്തിയ ചൈനക്കാരാണ് കോലാലംപൂർ പട്ടണത്തിന്റെ സ്ഥാപകർ. ഇപ്പോഴും പട്ടണത്തിലെ ജനസംഖ്യയിൽ 43% ചൈനക്കാരാണ്. സ്റ്റെയിൻലെസ് സ്റ്റീലും ഗ്ലാസും കൊണ്ട് നിർമ്മിച്ച ഇതിന്റെ ചെറിയ ഭാഗങ്ങൾ പോലും കൃത്യമായി ചേർത്തുവെച്ച് മനോഹരമാക്കിയിരിക്കുന്നു. ഇവിടെ നിന്നുള്ള നഗരക്കാഴ്ചകൾ എത്ര കണ്ടാലും മതിവരില്ല. ഞാൻ ടവറിന്റെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള നഗരക്കാഴ്ചകൾ ചുറ്റിക്കണ്ടുകൊണ്ടേയിരുന്നു. KL സെന്റർ എന്നറിയപ്പെടുന്ന നഗരഭാഗങ്ങളാണ് ആ കാണുന്നതൊക്കെ. 1980 ശേഷമാണ് ഇത്തരം പടുകൂറ്റൻ കെട്ടിടങ്ങൾ ഈ നഗരത്തിൽ ഉയർന്നു തുടങ്ങിയത്. ചെറിയ ചാറ്റൽ മഴയുണ്ട്. കെട്ടിടത്തിന്റെ ഗ്ലാസിൽ പതിച്ച വെള്ളത്തുള്ളികൾ എന്റെ കാഴ്ചയെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട്. താഴെ കൃത്യമായ ചിട്ടയോടെ പോകുന്ന വാഹനങ്ങളെ കാണാം. പെട്രോണാസ് ടവറിന്റെ ഒരു ഗോപുരം മുഴുവൻ പെട്രോണാസിനും അനുബന്ധ കമ്പനികൾക്കും ഉള്ളതാണ്. ലോകത്തിലെ വമ്പൻ കമ്പനികളുടെ ലിസ്റ്റിൽ 70ാം സ്ഥാനമുണ്ട് പെട്രോണാസിന്. ഏകദേശം 35 രാജ്യങ്ങളിലായി 10ലധികം മേഖലകളിൽ പെട്രോണാസിന്റെ പ്രവർത്തനം വ്യാപിച്ചു കിടക്കുന്നു. ടവറിന്റെയും നഗരത്തിന്റെയും മിനിയേച്ചർ രൂപങ്ങൾ നമുക്ക് ഇവിടെയൊക്കെ കാണാം.
ഏറ്റവും മുകൾ നിലയിൽ ഇങ്ങനെ നിരവധി സുവനീർ ഷോപ്പുകളും കോഫി ഷോപ്പുകളും ഒക്കെയുണ്ട്. 451.9 മീറ്റർ ഉയരമുണ്ട് പെട്രോണാസിന്. അതിന്റെ 86-ാം നിലയിലുള്ള കോഫി ഷോപ്പാണിത്. അവിടെ നിന്ന് ഞാനൊരു കോഫി കുടിച്ചു. ടൂറിസ്റ്റുകളെ ആകർഷിക്കാനായി തങ്ങളാൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞ ഒരു ജനതയാണ് ഇവിടെയുള്ളതെന്ന് എനിക്ക് തോന്നി. താഴെ കാണുന്ന ആ കൃത്രിമ ജലാശയവും പാർക്കുമാണ് KLCC ഗാർഡൻ. പെട്രോണാസ് ടവറിന്റെ പുറകുവശത്തുള്ള ആ ഉദ്യാനത്തിന്റെ കാഴ്ചയും രാത്രിയിൽ ആ ജലാശയത്തിലുള്ള മ്യൂസിക് ഫൗണ്ടനും കൂടി ഒന്ന് കാണണം. ഞാൻ അതിനായി താഴേക്ക് നടന്നു.